ഒരു ഉത്തമ ഗ്രന്ഥത്തിന് 3 ധർമ്മങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളിൽ ധർമ്മബോധവും മൂല്യങ്ങളും വളർത്തുക എന്നതാണ്. 2, ജനങ്ങൾക്ക് ഈശ്വരഭക്തിയും ആധ്യാത്മജ്ഞാനവും പകരുന്നതാണ്. 3, മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കി അവരിൽ നല്ല പരിവർത്തനം സൃഷ്ടിക്കുക എന്നതാണ്. ഈ 3 ഗുണങ്ങളും ഒത്തുചേർന്ന ഉത്തമ കൃതിയാണ് രാമായണം. അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. ചുട്ടുകൊള്ളുന്ന പേരിൽ കുളിർമഴ പെയ്യുന്നത് പോലെ, മരുഭൂമിയിൽ ഒരു വസന്തം വിരിയുന്ന പോലാണ് മഹാപുരുഷന്മാരുടെ അവതാരം. ധർമ്മതത്വങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം ഇരിക്കുമ്പോൾ അത് ജനങ്ങളിൽ അത്ര കണ്ട് പരിവർത്തനം സൃഷ്ടിക്കാറില്ല. എന്നാൽ ഒരു മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുമ്പോൾ അത് സമൂഹത്തിലാകെ വലിയ ചലനം സൃഷ്ടിക്കുന്നു. ആ ചരിതം തലമുറകളിൽ തലമുറയിലേക്ക് വരുന്ന മനുഷ്യ സംസ്കാരത്തെ ഉദ്ധരിക്കുന്നു. അത്ര ഒരു ചരിതമാണ് രാമൻ്റേത്. നമുക്ക് മാതൃകയാക്കാൻ യോഗ്യരായ തിളക്കമാർന്ന എത്രയോ കഥാപാത്രങ്ങളാണ് രാമായണത്തിൽ ഉള്ളത്. അതുപോലെ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന് പഠിപ്പിക്കുന്ന അധമ കഥാപാത്രങ്ങളും അതിലുണ്ട്. തെറ്റും ശരിയും രണ്ടും തിരിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒരുപോലെ അച്ചടക്കവും ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ രാമായണം സഹായിക്കുന്നു. കർക്കിടക മാസം ആരംഭിച്ചാൽ എല്ലാ ദിവസവും ആധ്യാത്മരാമായണം വായിക്കുക എന്നത് മലയാളികളുടെ ഒരു നല്ല ശീലമാണ്. ഈ ശീലം നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. എന്തിനാണ് രാമായണം വായിക്കുന്നത്? രാമായണം പോലുള്ള ഒരു മഹത്ഗ്രന്ഥം നിഷ്ഠയോടെ വായിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഒന്നാമതായി നമ്മൾ ഭക്തിയും ഈശ്വര പ്രേമവും വളരും. പാവയ്ക്ക സ്വതവേ കയ്പുള്ളതാണെങ്കിലും അല്ല നെല്ലിക്ക സ്വതവേ പുളിയുള്ളതാണെങ്കിലും അത് കുറേ നാൾ നമ്മൾ പഞ്ചസാരയിലോ ശർക്കര നിറച്ച കുപ്പിയിലോ ഇട്ട് വെച്ചാൽ അത് പിന്നെ മധുരമായി തീരും. അതിൻ്റെ സ്വഭാവം കാണിക്കില്ല. കയ്പാണെന്ന് തോന്നത്തില്ല, ഇത് നേരത്തെ പുളിയായിരുന്നെന്ന് തോന്നത്തില്ല. മധുരപലഹാരം തിന്ന പോലെ തന്നെ തിന്നാൻ തോന്നും. അതേപോലെ സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ മാലിന്യങ്ങൾ കുറഞ്ഞ് അത് ശുദ്ധമായി തീരുന്നു. ഉദാഹരണം, ഓടവെള്ളം നമ്മൾ ഫിൽറ്റർ വെച്ച് ശുദ്ധീകരിച്ചാൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളമാക്കുന്നു. അല്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം ബാധിച്ച് മരിച്ചെന്ന് വരാം. സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ പരമപ്രമം കൊണ്ട് അത് പ്യൂരിഫൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നതോടെ ഒരു ഉപകാരപ്രദമാകുന്നു. എത്രയോ ഈശ്വരസ്തുതികളുടെയും ആധ്യാത്മതത്വങ്ങളുടെയും കലവറയാണ് രാമായണം. അപ്പോൾ നമ്മൾ ഭക്തിയും ജ്ഞാനവും വളർത്തുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അച്ഛനമ്മമാർ വായിച്ചുകൊണ്ട് അപ്പൂപ്പന്മാർ വായിച്ചുകൊണ്ട് മക്കൾ വായിക്കുന്നു, ഒരു ആചാരം പോലെ മാത്രം പോകുന്നതായിട്ട് പലയിടത്തും കാണുന്നത്. അത് മനസ്സിലാക്കി വായിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല എന്നുള്ളതാണ് തത്വം. എല്ലാം ഒരു ചടങ്ങ് പോലെ മാത്രമാണല്ലോ. നമ്മൾ പറയുമല്ലോ ജോക്കായിട്ട്, പൂജാരി പരമ്പരകളിൽ അച്ഛൻ പൂജിക്കാനുള്ള എല്ലാം ഒരുക്കി വെച്ചപ്പോൾ പൂജിക്കാൻ വെച്ച പാല് പൂച്ച വന്ന് കുടിച്ചു. അപ്പം അടുത്ത ദിവസം അച്ഛൻ പൂച്ചയെ പിടിച്ച് അടച്ചിട്ട് പിന്നെയാണ് എല്ലാവർക്കും വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ പൂച്ചയെ പിടിച്ച് അടച്ചിട്ടാണ് തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ആ പൂജകർമ്മങ്ങൾ ഏറ്റെടുത്ത മോനാണ്. അപ്പോൾ മോൻ വന്ന സമയത്ത് ആ വീട്ടിൽ പൂച്ചയില്ല. അപ്പോൾ അച്ഛനിങ്ങനെ പൂച്ചയെ പിടിച്ച് അടച്ചിട്ടിട്ടാണല്ലോ പൂജ തുടങ്ങുന്നത് എന്ന് മോൻ ചിന്തിച്ച് അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പൂച്ചയെ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ടാണ് ഇത് തുടങ്ങിയത്. അച്ഛൻ പാല് കുടിച്ചതുകൊണ്ടാണ് പൂച്ചയെ പിടിച്ച് അടച്ചിട്ട്. മോൻ വിചാരിച്ച് ഇത് പൂജയുടെ ഒരു ഭാഗമാണെന്ന്. അപ്പം ഇതുപോലായി കൊണ്ടുവരികയാണ് നമ്മൾ. ജ്ഞാനം മനസ്സിലാക്കാതാണ് നമ്മളിങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ രാമായണവും വന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ മാത്രമല്ല, ഓരോ കാര്യവും ഒരു ചടങ്ങ് പോലെ
അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഴത്തിൽ കൂടെ മനസ്സിലാക്കിയാലേ നമ്മുടെ പ്രവൃത്തിയിൽ വൃത്തി കൊണ്ടുവരുള്ളൂ.